ഹായ്, ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ SSLC എക്സാം എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അധികമൊന്നുമില്ല, ഒരു 3-4 ചോദ്യങ്ങൾ. അപ്പോൾ തുടങ്ങാം. ഇത് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് എക്സ് ഈസ് 8. റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ്. എക്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് അറിയാം. എങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതുന്നത്? 1s2 2s2 എത്ര എണ്ണം ഉണ്ട്? മൊത്തം 8 എണ്ണമാണുള്ളത്. അപ്പോൾ എസ്സിനകത്ത് ആകെ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. അപ്പോൾ 1s2 2s2 ആയപ്പോൾ 4ആയി. ഇനി 4 എണ്ണം കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സബ്ഷെൽ ഏതാണ്? 1s2 2s2 2p4. അപ്പോൾ നമുക്ക് 8 എണ്ണമായി. പിക്കകത്ത് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6ആണ്. പക്ഷെ നമുക്കിവിടെ 4 കൂടെ മതി. 1s2 2s2 2p4. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദി ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ നമുക്ക് ഓരോ സബ്ഷെല്ലിലും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനായിട്ട് ഓരോരോ മെത്തേഡുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ഗ്രൂപ്പ് നമ്പറും പീരീഡുമാണ് ചോദിച്ചിരിക്കുന്നത്. എസ് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്രയാണോ അത് തന്നെയായിരിക്കും. അതായത് S1 ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഗ്രൂപ്പ് നമ്പർ 1ഉം S2ലാണ് അവസാനിക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2ഉമായിരിക്കും. ഇനി പി ബ്ലോക്കിൽ അവസാനിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മൾ പിയിലെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ അടുത്തുള്ള ലാസ്റ്റ് പിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും എസ്സിലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും കൂടെ കൂട്ടുക. അതായത് എസ്സും പിയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ 10ഉം കൂടെ കൂട്ടിയാൽ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ലാസ്റ്റ് പി 4ഉം എസ് 2ആണ്. അപ്പോൾ 2ഉം 4ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ 10ഉം കൂടെ കൂട്ടിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഉത്തരം 16 എന്ന് കിട്ടും. ഇനി അതല്ലെങ്കിൽ പിയുടെ കൂടെ ഒരു 12ഉം കൂടെ അങ്ങ് കൂട്ടിയാലും മതി. കാരണം നമുക്കറിയാം 2 ബ്ലോക്കുകളിലായിട്ടാണിത് കാണുന്നത് അല്ലേ? ഇത് എസ് ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്. അപ്പോൾ ഇവിടെ ഒരു 10 എണ്ണവും ഇവിടുത്തെ 2ഉം കൂടെ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പി ബ്ലോക്കിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് പിയുടെ കൂടെ 12 കൂട്ടിയാലും നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി ഡി ബ്ലോക്കിൽ അവസാനിക്കുന്നതാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ഡിയും എസ്സും കൂടെ കൂട്ടിയാൽ മതിയാവും. അതായത് ഔട്ടർ മോസ്റ്റ് ഡി ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും അതിൻ്റെ തൊട്ടടുത്തുള്ള എസ്സിലെ എണ്ണവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡി ബ്ലോക്കിലെ ഇലക്ട്രോണുകളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 16ആണ്. പീരീഡ് കണ്ടുപിടിക്കാൻ ഏത് ബ്ലോക്കിലാണേലും സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലാർജസ്റ്റ് ഷെൽ നമ്പറാണ്. നമുക്കിനി സി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ എലമെൻറ്റ് എക്സ് റിയാക്ട്സ് വിത്ത് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ വാലൻസി നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ 2 എലമെൻറ്റുകളുടെ വാലൻസി മാത്രം വെച്ചുകൊണ്ട് കെമിക്കൽ ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റിൽ പല രീതിയിൽ ചിലപ്പോൾ 1 വേർഡായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. ഇവിടെ അലൂമിനിയത്തിൻ്റെ വാലൻസി നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷേ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ വാലൻസി തന്നിട്ടില്ല. അറ്റോമിക് നമ്പർ നമുക്കറിയാം 8 ആണെന്ന്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് തന്നെ വാലൻസി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ അല്ലെങ്കിൽ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ എഴുതിയാൽ നമുക്ക് വാലൻസി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് വാലൻസി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് 8ലും 9ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. 2, 8, 18 എന്നുള്ള ക്രമത്തിൽ. അപ്പോൾ ഇവിടെ 2 ആദ്യത്തെ ഷെല്ലിൽ 2 ആണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 കൊള്ളും. പക്ഷേ ഇവിടെ ഇനി 6 എണ്ണം കൂടിയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ ഷെൽസ് ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം വേണ്ടത് 8 ആണ്. ഇവിടെ 6 മാത്രമേ ഉള്ളൂ. ഇനി 2 എണ്ണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫിൽഡ് ആവുകയുള്ളൂ, കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ നമുക്ക് വാലൻസി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നതിൽ 2p4 ആണ് തന്നിരിക്കുന്നത്. പിക്കകത്ത് മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. അപ്പോൾ 4ൻ്റെ കൂടെ ഇനി 2ഉം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ 6 ആവുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാലൻസി നമുക്ക് കിട്ടി, അതേപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ വാലൻസി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അലൂമിനിയത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3ഉം
എക്സിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 അങ്ങനെയാണെങ്കിൽ ഫോർമുല എഴുതാനായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഫോർമുല എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്? ഫോർമുല ഓഫ് കോമ്പൗണ്ട് എഴുതുന്നത് എക്സിൻ്റെ വാലൻസി നമുക്ക് അലൂമിനിയത്തിൻ്റെ ബേസ് ഇൻഡെക്സ് ആയിട്ടും അലൂമിനിയത്തിൻ്റെ വാലൻസി എക്സിൻ്റെ ബേസ് ഇൻഡെക്സ് ആയിട്ടും എഴുതിയാൽ മതിയാവും. അതായത് Al2x3 ഇതാണ് മോളിക്കുലർ ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഗാൽവാനിക് സെൽ, ഇത് കാണുമ്പോൾ അറിയാമല്ലോ ഗാൽവാനിക് സെല്ലാണ്. അതിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ Mg റോഡും Cu റോഡും, അതായത് മാഗ്നീഷ്യം റോഡും കോപ്പർ റോഡും ഇട്ടിട്ടുണ്ട്. 2 സൊല്യൂഷൻസാണ്. MgSO4 സൊല്യൂഷനും CuSO4 സൊല്യൂഷനും ഒരു സോൾട്ട് ബ്രിഡ്ജ് വോൾട്ട് മീറ്റർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. ഇവിടെ നമ്മുടെ ചോദ്യം വാട്ട് ഈസ് ദി എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെല്ല്. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? എന്ത് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഡസ് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ്. ഏത് ഇലക്ട്രോഡിലാണ് ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നതെന്ന് ഇതറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡ് ഓക്സിഡേഷൻ ആയിരിക്കും എപ്പോഴും നടക്കുന്നത്. അത് ആനോഡായിരിക്കും, നെഗറ്റീവ് ടെർമിനലായിരിക്കും അല്ലേ? നമുക്ക് പിക്ചർ നോക്കുമ്പോൾ തന്നെ കാണാം. ഗാൽവാനിക് സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ് ടെർമിനലായിരിക്കും. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത് എന്നാണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ്? നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇവിടുത്തെ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? ആനോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കാഥോഡ് ഇൻ ദ ഗിവൺ സെല്ല്. ആനോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആനോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണെന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡ് ആനോഡാണ്, ഓക്സിഡേഷനാണ്, നെഗറ്റീവാണ്. അപ്പോൾ റൈറ്റ് സൈഡ് എന്തായിരിക്കും? റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കാഥോഡായിരിക്കും. അപ്പോൾ കാഥോഡ് ഇവിടുത്തെ Cu റോഡാണ്, അല്ലെങ്കിൽ കോപ്പർ റോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദി കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ്. കാഥോഡ് എന്ന് പറയുമ്പോൾ കോപ്പർ റോഡാണ് നമ്മൾ പറഞ്ഞു, കോപ്പർ ഇലക്ട്രോഡിലാണെന്ന് പറഞ്ഞു. കോപ്പർ ഇലക്ട്രോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഏതായിരുന്നു? റിഡക്ഷനാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിങ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കോപ്പർ റോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഗെയിനിങ് ഇലക്ട്രോൺ ആണ്. ഇവിടെ കോപ്പർ റോഡ് എന്ന് പറയുന്നത് Cu2+ അയോണായിട്ടാണ് നിൽക്കുന്നത്. അത് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് കോപ്പർ ആറ്റമായി മാറുന്നു. കോപ്പർ ആറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഒന്നുമില്ല, 0 Cu+, അതിൽ Cu2+ എന്നൊക്കെ പറഞ്ഞാൽ അയോണുകളാണ്. 1+, 2+, 1- എന്നൊക്കെ തരുന്നത് അയോണുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ Cu2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറുന്നു. 0 തന്നാൽ അത് ആറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം. ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിൽ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. ലെഫ്റ്റ് സൈഡിൽ എന്താണ്, ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, അതാകുമ്പോൾ നമുക്ക് മറക്കത്തില്ല, എളുപ്പം പഠിക്കാം. ലെഫ്റ്റ് സൈഡ് ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ് ടെർമിനലാണ്. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഒറ്റ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ പോസിറ്റീവ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ, ഗാൽവാനിക് സെല്ലിൽ നെഗറ്റീവ്. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതിയാവും. അടുത്ത ചോദ്യം മോൾ കോൺസെപ്റ്റ്സിനകത്തിലൊരു ചോദ്യമാണ്. ഹൗ മച്ച് GMM ഈസ് പ്രസൻറ്റ് ഇൻ 90 gram വാട്ടർ. ഇവിടെ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഹൈഡ്രജൻ്റെ മാസും ഓക്സിജൻ്റെ മാസും കൂടെ കൂട്ടിയാൽ മതിയാവും. ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 + ഓക്സിജൻ്റേത് 16 2ഉം 16ഉം കൂടെ വരുമ്പോഴാണ് 18 gram വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് വരുന്നത്. അപ്പോൾ 90 gram വെള്ളത്തിൽ എത്ര GMM ഉണ്ട് എന്നാണ് ചോദ്യം. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗം, GMM കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്
നമുക്ക് തന്നിട്ടുള്ള മാസ്, ഗിവൺ മാസിനെ ഒരു മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 90 ഗ്രാം വാട്ടറിൽ എത്ര GMM ഉണ്ട്? 5 GMM ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അടുത്ത ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. എത്ര GMM ഉണ്ടോ അതിനെ നമ്മൾ അവഗഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അവഗഡ്രോ നമ്പർ നമുക്കെല്ലാം അറിയാം. 6.022 ഇൻറ്റു 10⁻23 ആണ് അവഗഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവഗഡ്രോ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് 3 ലോസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗഡ്രോസ് ലോ. ഈ 3 നിയമങ്ങളും ഏതൊക്കെ തമ്മിലുള്ള റിലേഷനാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്കത് തെറ്റിപ്പോകത്തില്ല. ഇവിടെ വോളിയവുമായിട്ടുള്ള റിലേഷനാണ് എല്ലാ ഇക്വേഷൻസിലും വരുന്നത്. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ, വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ. ബോയിൽസ് ലോയിൽ വോളിയവും പ്രഷറും, ആദ്യത്തേത് നമ്മൾ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ്. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ വോളിയം ഡിക്രീസ് ചെയ്യും. നമ്മൾ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളൊരു സിറിഞ്ചിൻ്റെ ഒരു എൻഡ് നോബ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ താഴത്തെ പിസ്റ്റൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തിലെ വോളിയം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ വോളിയം ഡിക്രീസ് ചെയ്യും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P × V = a കോൺസ്റ്റൻറ്റ് നമ്പറാണ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വോളിയം ഡിക്രീസ് ചെയ്ത് വരും. ആ നമ്പറുകൾ തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോമൺ നമ്പർ ആയിരിക്കും. അതാണ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ചാൾസ് ലോ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ചാൾസ് ലോ. അത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. V എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ബലൂണൊക്കെ വെയിലത്ത് കിടക്കുമ്പോൾ പൊട്ടി പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ബലൂൺ വെയിലത്ത് വീർപ്പിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തിലെ എയർ ചൂടടിക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനകത്തിലെ എയർ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ വോളിയം കൂടി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ വോളിയം കൂടി. ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് V = a കോൺസ്റ്റൻറ്റ് നമ്പർ ഇൻറ്റു T എന്നാണ്. അതിനെ നമുക്ക് കുറച്ചുകൂടെ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ V/T = കോൺസ്റ്റൻറ്റ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. വിയും ടിയും തമ്മിലുള്ള റിലേഷൻ വെച്ചുകൊണ്ട് പ്രോബ്ലം കണ്ടുപിടിക്കാനും ഇത് ഏത് റിലേഷനുമായിട്ട് ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും. അപ്പോൾ ഈ വിയും ടിയും കാണുമ്പോൾ ഓർത്തോണം അത് ചാൾസ് ലോയാണ്. മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് അവഗഡ്രോസ് ലോയാണ്. അവഗഡ്രോ ലോ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ പോലെ തന്നെയാണ്. ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുന്നു. അതിനകത്തേക്ക് എയർ കയറുന്നതിനനുസരിച്ച് ബലൂൺ വലുതായി വരും അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ്, എയർ മോളിക്യൂൾസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ബലൂണിൻ്റെ വലിപ്പവും കൂടി വരുന്നു. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടിയാൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതാണ് അവഗഡ്രോസ് ലോസ് പറയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം കുറഞ്ഞ സമയത്തിനുള്ളിൽ 2-3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.